യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഒരു പുകിലുണ്ടാക്കാൻ മാത്രം, ഇത്രയും വലിയ ഒരു ബേജാറ് മത രാഷ്ട്രീയ വേദികളിലും നേതാക്കന്മാരിലും ഉണ്ടാകാൻ മാത്രം കടുത്ത എന്തെങ്കിലും ഒരു നിലപാട് ജമാഅത്തെ ഇസ്ലാമി എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രവേശം എന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മളും ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. നമ്മളങ്ങനെ പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്നു എന്ന അർത്ഥത്തിൽ ആണെങ്കിൽ അത് ശരിയാണ്. അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി കുറെ കാലം രാഷ്ട്രീയം എന്തെന്നറിയാത്ത, രാഷ്ട്രീയം ഒരു വിലക്കപ്പെട്ട കനിയായി കണ്ട് ആട് വെള്ളം കണ്ടതുപോലെ രാഷ്ട്രീയം കണ്ടാൽ പിറകോട്ട് അറച്ചറച്ച് മടിച്ച് പിറകോട്ട് വലിച്ചിരുന്ന ഒരു കൂട്ടർ നീണ്ട സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് നമുക്കും രാഷ്ട്രീയത്തിലേക്ക് എന്ന് തീരുമാനിക്കുന്ന ഒരു സംഘടനയല്ല ജമാഅത്തെ ഇസ്ലാമി. എന്തുകൊണ്ടെന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം തന്നെ വേണമെങ്കിൽ രാഷ്ട്രീയ വിശകലനത്തിലൂടെ ഉണ്ടായി വന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിലേക്ക് വഴിവെച്ച പശ്ചാത്തലം എന്താണ് ഇന്ത്യയിൽ എന്ന് പരിശോധിച്ചാൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയത്തെ സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് വിശകലനം ചെയ്തതിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എന്നതാണ് വസ്തുത. ജമാഅത്തെ ഇസ്ലാമി മതേതര ഭാരതത്തിൽ എന്ന് പറഞ്ഞ് ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി അവരുടെ ഒരു ചെറിയ പുസ്തകമുണ്ട്, മലയാളത്തിൽ ലഭ്യമാണ്, IPH, അത് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ 1940കളിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ച സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്, നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഒരർത്ഥത്തിൽ ആ പറഞ്ഞത് 100% സത്യമാണ്. തികച്ചും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വിശകലനത്തിൽ നിന്ന് ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഇങ്ങനെ പൊട്ടിമുളച്ച് ജനിച്ചു വന്നു എന്ന് നോക്കിക്കാണുമ്പോൾ, എന്ന് ചിന്തിക്കുമ്പോൾ, അപ്പൊ ഖുർആനും സുന്നത്തും പ്രചോദിപ്പിച്ചത് കൊണ്ടല്ല, രാഷ്ട്രീയ പ്രചോദനങ്ങൾ കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതുന്നതിനാൽ ചില ആളുകൾ പറയാറുണ്ട് ആ പ്രയോഗം സൂക്ഷ്മമായതല്ല എന്ന്. അത് രണ്ട് തലത്തിലുള്ളതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പഠന ഗവേഷണങ്ങളിലൂടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഈ പഠന ഗവേഷണം എന്ന് പറയുന്നതും 1940കളിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ ചർച്ചയിൽ ഇടപെടുന്നതിലൂടെ എന്ന് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യമില്ല. എന്തുകൊണ്ടെന്നാൽ 1940കളിൽ നിലനിന്നിരുന്ന ആ ചർച്ചയുടെ സ്വഭാവം എന്താണ് നമുക്കറിയാം. കുറെ കൊല്ലം മുമ്പ്, 16ഉം 17ഉം നൂറ്റാണ്ട് മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ പശ്ചാത്തലം പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണത്. ഇത് 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ യൂറോപ്പിൽ നിലനിന്നിരുന്ന മതപുരോഹിതന്മാരുടെയും സാർ ചക്രവർത്തിമാരുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ കൂടിയുള്ള ചൂഷണത്തിനെതിരിൽ പൊറുതിമുട്ടിയ ജനം പള്ളിക്കും പട്ടത്തിനും മതത്തിനും ദൈവത്തിനുമൊക്കെ എതിരെ തിരിഞ്ഞ ഒരു ചരിത്ര പശ്ചാത്തലത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. അത് വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയല്ല, അത് പരാമർശിച്ചത് ആ ചർച്ച നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവവും മതവും അതുവരെ, അതായത് ഈ ഒരു ക്രൈസ്തവ യൂറോപ്പിൽ പൗരോഹിത്യ ചൂഷണത്തിന് മതത്തെയും ദൈവത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ നടത്തിയ ചൂഷണത്തിന്, ആ ചൂഷണത്തിൽ പൊറുതിമുട്ടി ജനം പടച്ചവനും മതത്തിനുമെതിരെ തിരിയുന്നത് വരെ മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന ഒരു ചർച്ച ലോകത്തിനറിയുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ചിന്താഗതിയേയില്ല. കാരണം പ്രവാചകന്മാരുടെ കാലം മുതൽ തുടർന്നു വരുന്ന ഒരു ധാര ഈ മതരാഷ്ട്ര വിഭജനത്തെ ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. പക്ഷെ അങ്ങനെ ഈ ക്രൈസ്തവ യൂറോപ്പിലുണ്ടായ ഈ മതത്തിന്റെ കൊടിയ ചൂഷണങ്ങൾക്കെതിരിൽ പൊറുതിമുട്ടിയ ജനത മതത്തെ തള്ളിപ്പറയാൻ തുടങ്ങി, ദൈവത്തെ നിരാകരിക്കാൻ തുടങ്ങി. ആ നിരാകരണത്തിന്റെ തീവ്രത കൊണ്ട് മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടായി. അത് ഇന്ത്യയിലെ മതനിരപേക്ഷതയല്ല. യഥാർത്ഥത്തിൽ സെക്യുലർ എന്ന് പറഞ്ഞാൽ നോൺ റിലീജിയൻ എന്നാണ്. മതവുമായി ബന്ധമില്ലാത്തതും മതാതീതവുമായ കാര്യങ്ങളാണ്. അപ്പം മതത്തെയും ദൈവത്തെയും ജീവിതത്തിന്റെ സ്വകാര്യതയിൽ ഒതുക്കി വെക്കാം വേണമെങ്കിൽ. മിതവാദികളായ ആളുകളാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് മതത്തോടും ദൈവത്തോടും ഉണ്ടായ ആ വിരോധം ശക്തിമൂത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് മതവും ദൈവവും ഇല്ല എന്നാണ്. നിരീശ്വരത്വവും നിർമ്മതത്വവുമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിരീശ്വരത്വത്തിനും നിർമ്മതത്വത്തിനും നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ മിതവാദികളായ ആളുകളുടെ നിലപാടുകളിലേക്ക് മറ്റുള്ളവരും വരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മതം ഉണ്ടായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, ഒരു ദൈവമൊക്കെ ആകുന്നതിനും വലിയ തകരാറൊന്നുമില്ല. പക്ഷേ ഈ ദൈവം പൊതുജീവിതത്തിൽ ഇടപെടാൻ പാടില്ല, ഈ മതം പൊതുജീവിതത്തിൽ ഇടപെടാൻ പാടില്ല
ഇതാണ് 1940-കളിൽ നടക്കുന്ന ചർച്ചയുടെ മർമ്മം. അപ്പൊ ദൈവത്തെയും മതത്തെയും പൊതുജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ചോദ്യം വരുന്ന ഒരു മൗലികമായ ചോദ്യമുണ്ട്. മനുഷ്യരുടെ അപ്പൊ ഇതുവരെ ദൈവവും മതവും കൈകാര്യം ചെയ്തിരുന്ന ഈ മേഖലയെ ഇനി ആര് കൈകാര്യം ചെയ്യും? അതാണപ്പൊ ചോദ്യം. മതത്തെയും ദൈവത്തെയും മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗത്ത് നിന്ന് അടർത്തി വേർപെടുത്തി പിഴുതെടുത്ത് മാറ്റിവെക്കുമ്പോൾ ഉത്ഭവിക്കുന്ന ചോദ്യം, ഇതുവരെയും മതവും ദൈവവും കൈകാര്യം ചെയ്തിരുന്ന ഈ രംഗം ഇനി ആര് കൈകാര്യം ചെയ്യും എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് അവർ തന്നെ, യൂറോപ്പ് തന്നെ പറഞ്ഞു പഠിപ്പിച്ചു തന്ന മറുപടിയാണ്, അത് ഇനി ജനാധിപത്യത്തിലൂടെ കൈകാര്യം ചെയ്യാം. ദൈവാധിപത്യമായിരുന്നു ഇതുവരെയും അവിടെ. പക്ഷെ ആ ദൈവാധിപത്യം ദൈവത്തിന്റെ പേരിലുള്ള പൗരോഹിത്യ ചൂഷണമായി മാറി. അതുകൊണ്ട് അത് സഹികെട്ടു. അങ്ങനെ ദൈവാധിപത്യത്തെ ജനം വെറുത്തു. ക്രൈസ്തവ മതത്തിന്റെ തിയോക്രസിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ ചൂഷണത്തിനോടുള്ള എതിർപ്പ് കാരണം ജനാധിപത്യം എന്ന ഒരു പുതിയ ഉത്തരം അവർ കണ്ടെത്തി. അപ്പോ സോവറിറ്റി, ആരുടെ സോവറിറ്റി? ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര പരമാധികാരം. ഇതാണ് രാഷ്ട്രീയ രംഗത്ത് അന്ന് ഉത്ഭവിച്ച ഒരു പുതിയ ചർച്ച. ഇത് അതിനു മുമ്പില്ലാത്ത ഒരു ചർച്ചയാണ്. ജനാധിപത്യം എന്ന ഒരാശയം ഉരുവം കൊണ്ടുവന്നപ്പോഴാണ് ഈ ചർച്ച ശക്തി പ്രാപിക്കുന്നത്. 1940-കളിൽ സയ്യിദ് അബുൽ ആല മൗദൂദി ഈ ചർച്ചയിലാണ് ഇടപെടുന്നത്. ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര പരമാധികാരമോ? എന്നിട്ട് മൗദൂദി സാഹിബ് പല തലത്തിൽ ഇത് വിശകലനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു കണ്ണില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത അന്ധന്മാരായ കുറെ അധികം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ കണ്ണുള്ള ആളാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് സയ്യിദ് മൗദൂദി. കുറെ മുടന്തന്മാർ ഒരുമിച്ച് കൂടിയാൽ ശരിക്കും നടക്കുന്ന, രണ്ടു കാലിൽ നടക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യനായി തീരുമോ? കുറെ സ്ത്രീകൾ സമ്മേളിച്ചാൽ ഒരു പുരുഷനായി തീരുമോ? ഇല്ല. എങ്കിൽ സ്വന്തത്തിന്റെ മേൽ അധികാരമില്ലാത്ത കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ജനാധിപത്യം, ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ സ്വതന്ത്ര പരമാധികാരം എങ്ങനെ, ആ സങ്കല്പം എങ്ങനെ ഉണ്ടാകും? എനിക്ക് എന്റെ മേൽ ആധിപത്യമില്ലെങ്കിൽ എന്നെപ്പോലെയുള്ള കുറെ ആളുകൾ സമ്മേളിച്ചാൽ അവർക്ക് എല്ലാവരുടെയും മേലെ ഒരു പരമാധികാരം എങ്ങനെയാണ് വരുന്നത്? ബുദ്ധിപരമായിട്ട് ഇതിന്റെ ന്യായം എന്താണ്? ഒരാൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടിമയും എല്ലാവരും കൂടി സമ്മേളിച്ചാൽ ദൈവത്തിന്റെ മേൽ ഉടമയും എന്നല്ലേ നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇതിങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? ഇത് മനുഷ്യന്റെ മനസാക്ഷിക്ക് വഴങ്ങുന്ന, ബുദ്ധിക്ക് വഴങ്ങുന്ന കാര്യമാണോ? അപ്പൊ വെറുതെ ഭ്രാന്തമായിട്ട് എന്തെങ്കിലും അന്ധവും ഭ്രാന്തവുമായിട്ട് എന്തെങ്കിലും പറയുകയല്ല. വളരെ വ്യക്തമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രാമാണികമായ തെളിവുകളുടെ പിൻബലത്തിൽ, ബുദ്ധിപരമായ ന്യായങ്ങളുടെ പിൻബലത്തിൽ സയ്യിദ് മൗദൂദി സാഹിബ് ഈ ചർച്ചയിൽ ഇടപെട്ടു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ദൈവത്തിന്റെ പരമാധികാരം എന്നത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് പൊതുജീവിതത്തിലേക്ക് മൂല്യങ്ങൾ കടന്നു വരേണ്ടതില്ലെന്നും ദൈവവും മതവും ഇടപെടേണ്ടതില്ലെന്നും തീരുമാനിച്ചാൽ മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരമാണ് നടക്കുന്നതെങ്കിൽ ഈ സ്വതന്ത്ര പരമാധികാരം നിങ്ങൾക്ക് ഏറ്റവും വലിയ നാശത്തിന്റെ ഒരു ഉറവിടമായിട്ട് മാറും. നമുക്കറിയാവുന്നതാണ് ആധുനിക ലോകത്ത്, അത് സാമൂഹിക വിശകലനം നടത്തേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സാംസ്കാരിക രംഗത്തുള്ള, സാമ്പത്തിക രംഗത്തുള്ള, ധാർമ്മിക രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള, മേഖലകളിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്താണ്? മനുഷ്യനെ നാശാക്കുന്നതും കുഴപ്പത്തിലകപ്പെടുത്തുന്നതും ആരാണ്? അതിന്റെ ഉറവിടം എവിടെ നിന്നാണ്? പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത് ഏത് പോയിന്റിൽ നിന്നാണ് എന്ന് പഠിച്ചാൽ മനുഷ്യരുടെ മേലുള്ള മനുഷ്യന്റെ സ്വതന്ത്ര പരമാധികാരം എന്ന ഈ ബിന്ദുവിൽ നിന്നാണ് സകല ഫിത്നകളും ആരംഭിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ആ ചർച്ചയിൽ ഇടപെടുന്നത്. അപ്പോൾ സോവറിറ്റി, ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ പരമാധികാരം എന്ന പോയിന്റിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സയ്യിദ് അബുൽ ആല മൗദൂദി സാഹിബ് ഇടപെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പരമാധികാരം, മനുഷ്യന്റെ മേലുള്ള മനുഷ്യന്റെ പരമാധികാരത്തിന് പകരം മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ പരമാധികാരം, ഇത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ പ്രപഞ്ചം ആരുടെ കയ്യിലാണോ, ഇതിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരം ആരാണോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവന് മാത്രമേ ഈ മനുഷ്യരുടെ മേൽ ശരിതെറ്റുകൾ തീരുമാനിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഹാക്കിമിയത്ത്, ഇത് തൗഹീദിന്റെ സുപ്രധാനമായ ഒരു ഭാഗമാണ്. ആ തൗഹീദിന്റെ സുപ്രധാനമായ ഈ ഭാഗം അവഗണിക്കപ്പെട്ട് മറന്നുപോയത് കൊണ്ടാണ് പരമാധികാരം ജനങ്ങൾക്കായിക്കൊള്ളട്ടെ എന്ന ചർച്ച നടന്നപ്പോൾ മതപണ്ഡിതന്മാർക്ക് മൗനം പാലിക്കാനായത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സയ്യിദ് മൗദൂദി സാഹിബ് നടത്തിയിട്ടുള്ള വൈജ്ഞാനികമായ അദ്ദേഹത്തിന്റെ ജിഹാദ്, അതിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ജന്മം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 1940-കളിലെ രാഷ്ട്രീയ വിശകലനത്തിൽ നിന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രൂപീകരണം എന്ന് പറയുന്നത്. നമുക്കിനി വേറൊരു ഭാഷയിൽ ആലോചിച്ച് നോക്കാം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണത്. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ
രാജഭരണവുമായി ബന്ധപ്പെട്ട കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ രാജ്യം ഭരിക്കാൻ, രാജ്യത്ത് ശരിതെറ്റുകൾ തീരുമാനിക്കാൻ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ നിർണ്ണയിക്കാൻ അധികാരമാർക്ക്? ഇതിൽ നിന്നാണ് രാഷ്ട്രീയ ധാരകൾ രൂപപ്പെട്ടു വരുന്നത്. അത് ഒരു ഒരു ഏകാധിപതിക്ക് എന്നാണെങ്കിൽ അതിനാണ് നമ്മൾ ഏകാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്റെ നാവാണ് ഇവിടുത്തെ നിയമം. നമ്രൂദ് പറഞ്ഞില്ലേ, അയാൾ മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു, കണ്ടില്ലേ ഓൻ മരിച്ചു. മറ്റോൻ ജീവിച്ചോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു, കണ്ടില്ല അയാൾ ജീവിച്ചു. ആരെങ്കിലും എതിർത്തോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ധർണയുണ്ടോ? പിക്കറ്റിംഗ് ഉണ്ടോ? പഠിപ്പ് മുടക്കലുണ്ടോ? യാതൊന്നുമില്ലല്ലോ. അപ്പൊ എന്റെ നാവാണ് ഇവിടുത്തെ നിയമം, അതാണ് ഞാൻ ഇവിടുത്തെ ഇലാഹാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. പ്രയോഗതലത്തിൽ